നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് 4ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഓക്കെ, അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കെപ്ലേഴ്സ് ലോ, അതായത് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എർത്ത് എന്നായിരുന്നു. ഓക്കെ, എർത്ത് അതിൻ്റെ കേന്ദ്രവും അതിനെ ചുറ്റിക്കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതിനെ ചുറ്റിക്കൊണ്ട് ഒരു പ്രത്യേക പാത്തിൽ അഥവാ സർക്കുലാർ പാത്തിൽ എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളായിട്ടുള്ള സാറ്റലൈറ്റുകളും എല്ലാം ഈ പറയുന്ന സണ്ണും എല്ലാം അന്ന് സണ്ണടക്കം എന്തിനെ എർത്തിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു പണ്ടുള്ള ആളുകളെല്ലാം വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ഇപ്പോൾ അറിയാമല്ലോ, നമുക്കറിയാം ഏത് സൂര്യനാണ് ഇതിൻ്റെ കേന്ദ്രമെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഇത് കണ്ടു പറഞ്ഞത്, ഇത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കോപ്പർനിക്കസ് എന്നിരിക്കുന്ന സയൻറ്റിസ്റ്റാണ്. കോപ്പർനിക്കസ് അദ്ദേഹം പറഞ്ഞത് സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും അതിനെ ചുറ്റിയിട്ട് ഒരു സർക്കുലാർ പാത്തിലൂടെ എന്ത് കറങ്ങുന്നു, ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള പ്ലാനറ്റുകളും എല്ലാം സർക്കുലാർ പാത്തിൽ ഈ മൂന്ന് എല്ലാം എന്തിനെ കറങ്ങുന്നു, സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്, ആദ്യമായിട്ട് പറഞ്ഞത് കോപ്പർനിക്കസ്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞത് അന്നത്തെ മതവിശ്വാസങ്ങൾ ഇതിന് നേരെ എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു എന്നറിയോ, ഇദ്ദേഹത്തിനെ ഉരുട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹത്തെ ഉരുട്ടി കൊല്ലുകയായിരുന്നു ചെയ്തത്. എത്ര ക്രൂരമായില്ലേ. എന്നിട്ട് അല്ലേ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ശിഷ്യൻ. അറിയോ, ഗലീലിയോ ഗലീലി എന്ന ഒരു സയൻറ്റിസ്റ്റ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഗലീലിയോ ഗലീലിയുടെ ഫോട്ടോ ഒക്കെ, ഒരു ടെലിസ്കോപ്പൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് അല്ലേ. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞു എന്ത്, ഈ പറഞ്ഞിരിക്കുന്നത് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും അതിനെ ചുറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, മതവിശ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ ഉരുട്ടിക്കൊല്ലുന്നൊരു ഭീഷണിപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, തിരുത്തി പറയുകയും പിന്നീട് ഒരു ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ ഇത് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഏത്, ഈ സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനെ ചുറ്റിക്കൊണ്ടാണ് ഈ ബാക്കിയുള്ള ഗ്രഹങ്ങളും എർത്തും എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. എന്തായാലും ഈ കെപ്ലറിൻ്റെ ഈ തിയറി പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന കോപ്പർനിക്കസിൻ്റെ ഈ തിയറി പ്രകാരം, അതായത് കോപ്പർനിക്കസ് എന്താ പറഞ്ഞത്, സെൻട്രൽ സണ്ണാണുള്ളത്, സണ്ണിനെ ചുറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാർഷ്യലി ക്ലിയർ ആണ് അല്ലേ. എന്നാൽ അതിലൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ കെപ്ലർ എന്ന ഒരു സയൻറ്റിസ്റ്റ് പുതിയൊരു ലോ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ലോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ ലോസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ലോ ആണ് കെപ്ലർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ലോ. ഒരു പ്ലാനറ്റ് അത് എങ്ങനെയാണ് അതിന് സഞ്ചരിക്കുന്നത്, അത് ചലിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ലോയാണ് പ്ലാനറ്ററി മോഷൻ. അതാണ് കെപ്ലർ പറഞ്ഞിരിക്കുന്ന ലോ, പ്രധാനപ്പെട്ട ലോ. അതെന്താണെന്ന് പറയാം. അത് മൂന്ന് ലോസ് ഉണ്ട്. ഈ കെപ്ലർ പറഞ്ഞിരിക്കുന്നത് 3 ലോസ് ഉണ്ട്. ന്യൂട്ടൺസ് ലോ പറയില്ലേ, അതുപോലെ കെപ്ലർ പറഞ്ഞിരിക്കുന്നത് 3 ലോസ് ഉണ്ട്. ആദ്യത്തെ ലോ പറയുന്നത് പ്ലാനറ്റ്സ് റിവോൾവ്സ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ എന്താണ് എലിപ്സ് എന്ന് പറയുന്നത്? ഇങ്ങനെ കോഴിമുട്ടയുടെ ആകൃതിയിൽ ഒരു മാറ്റി വരച്ചുതരാം. കോഴിമുട്ടയുടെ ഇങ്ങനെ ചരിച്ചിട്ട് ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ്. ഇപ്പോൾ ഇതൊരു സർക്കിളിൽ നിന്നുള്ളതായി കിട്ടുന്നുള്ളൂ. എന്തായാലും ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഇതിൽ പോലെ എന്താണ് ഒരു ഇങ്ങനെയുള്ള കോഴിമുട്ടയുടെ ആകൃതിയിലുള്ളതാണെന്ത് പറഞ്ഞിരിക്കുന്ന എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോഴിമുട്ടയുടെ ആകൃതി. ഇപ്പം പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്ലാനറ്റ്സ് റിവോൾവ്സ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഒരു പ്രത്യേക എലിപ്റ്റിക്കലായിട്ടുള്ള, അതായത് എലിപ്റ്റി എന്ന് പറഞ്ഞാൽ ഈ കോഴിമുട്ടയുടെ ആകൃതിയിൽ, ആ ആകൃതിയിലുള്ള ഒരു പാത്തിലൂടെ പ്ലാനറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനെ ചുറ്റുന്നു, സൂര്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കേന്ദ്രത്തിലാണ്. സൂര്യൻ എന്ന് പറയുന്നത്
ഇതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ എന്ത് ചെയ്യാണ് ഒരു പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലാണുള്ളത്. ആ കേന്ദ്രത്തിൽ കറക്റ്റ് സെൻട്രലല്ല, ഇങ്ങനെ അതിൻ്റെ കേന്ദ്രത്തിൽ അതിനെ ചുറ്റിക്കൊണ്ട് സൂര്യനെ ചുറ്റിക്കൊണ്ട് ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സാറ്റലൈറ്റുകളില്ലേ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇതിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞു? കെപ്ലർ പറഞ്ഞു. അതാണ് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ. ഓക്കെ, ഫസ്റ്റ് ലോ പറയുന്നത് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഓ എന്ന ഒബ്ജക്റ്റിന് പൊസിഷന്, അതായത് സണ്ണ് അവിടെയാണുള്ളത്, സണ്ണിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒക്കെ മനസ്സിലായാലോ? രണ്ടാമത്തെ ലോ പറയുന്നത് ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ആൻഡ് സൺ സീവ്ഡ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഒന്നുമില്ല, അതിന് പറഞ്ഞു തരുന്നതിന് മുമ്പേ നമുക്ക് കുറച്ചൊരു കാര്യങ്ങളൂടെ ഉണ്ട്. ഈ ചിത്രത്തിൽ നമുക്ക് എലിപ്റ്റിക്കലായിട്ടുള്ള ഇതിലൂടെ തന്നെ നമുക്ക് പോകാം. ദസ് ഇഫ് ദ ടൈം ഫ്രം ടൈം ട്രാവൽ എ ബി, ഈ ചിത്രത്തിൽ എയും ബിയും കാണിക്കുന്നുണ്ട്, എ ബി. ഓക്കെ, എ ബി ഈ സെയിം ദാറ്റ് ഫ്രം സി ഡി. ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ്, ഈ പ്ലാനറ്റ്, ഇതിലൂടെയാണല്ലോ പ്ലാനറ്റുകൾ കറങ്ങുക എന്ന് പറഞ്ഞത്. അപ്പോൾ പ്ലാനറ്റ് ഇവിടെ എ നിന്ന് ബിയിലേക്ക് എത്തുന്ന സമയം, ഓക്കെ, അത് തന്നെയാണ് സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തുന്ന സമയമെങ്കിൽ, ഓക്കെ, അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കുന്ന സമയം തന്നെയാണ് സിയിൽ നിന്ന് ഡിയിലേക്ക് എടുക്കുന്ന സമയം സെയിം ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഏരിയ, ആ ഇടയിലുണ്ടായിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സിൻ്റെയും ഡിൻ്റെ ഇടയിലുള്ള ഏരിയയും എൻ്റെയും ബിയുടെയും ഇടയിലുണ്ടാകുന്ന ഏരിയയും ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി പറയാണ്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുണ്ടാകുന്ന എയും ബി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് തമ്മിലുണ്ടാകുന്ന കവർ ചെയ്യാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? കവർ ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് ഇതിലും എ ടു ബി എന്ന് പറയുന്ന സമയം സെയിം സമയം തന്നെയാണ് സിയിൽ നിന്ന് ഡിയിലേക്ക് എത്താനുള്ള സമയമെങ്കിൽ അത് തമ്മിൽ അത് കവർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടുത്തെ കേസിൽ ഇവിടെ ലെങ്ത്ത് കൂടുതലാണ് അല്ലേ, ഇവിടുത്തെ എന്താണ് ഇത് ബ്രെഡ്ത്ത് കുറവാണ് അല്ലേ, വിഡ്ത്ത് കുറവാണ്. എന്നാൽ ഇവിടുത്തെ ലെങ്ത്ത് കുറവാണ്, വിഡ്ത്ത് കൂടുതലായി, കണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയയ്ക്ക് എന്തുണ്ടാകും? ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയ്ക്ക് എന്തുണ്ടാകാം? ഏരിയ എന്താകും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ടൈം ഈക്വലായാൽ ആ രണ്ട് ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ടൈം ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ബി സി ഡി ആണെങ്കിൽ ഒ എ ബി ആൻഡ് ഒ സി ഡി എന്ന് പറയുന്നത് ഈക്വലാണ്. ഒ എ ബി എന്ന് പറയുന്നതും ഒ സി ഡി എന്ന് ഒ എ ബി എന്ന് പറയുന്നതും ഒ സി ഡി എന്ന് പറയുന്നതും ഒ എ ബി എന്ന് പറയുന്നതും ഒ സി ഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് കെപ്ലേഴ്സ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയും. ഇനി തേർഡ് ലോ ആണ് കുറച്ച് വലുതായിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് വലിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ചുരുക്ക രീതിയിൽ നമുക്കൊന്ന് വിശദീകരിക്കാം. +2 റേഞ്ചിലൊക്കെ പഠിക്കാനുണ്ട്. ദ ക്യൂബ് ഓഫ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഫോമിലൂടെയാണ് നമുക്ക് ചെറുത രീതിയിലാണ് നമുക്ക് പഠിക്കുന്നുള്ളൂ. വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കെപ്ലേഴ്സിൻ്റെ തേർഡ് ലോയും ഒക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് കറക്റ്റ് സെൻട്രലല്ല ഏത് നിൽക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സണ്ണ്, അഥവാ സണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒ എന്ന പോയിന്റിലാണ് സണ്ണ് നിൽക്കുന്നത്. സണ്ണ് കറക്റ്റ് ഇതിൻ്റെ സെൻട്രലല്ല നിൽക്കുന്നത്. ഇത് അപ്പോജി പെരുകി എന്ന് പറഞ്ഞ പേര് പറയാറുണ്ട്. അപ്പോജിയും പെരുകിയും, അത് നമുക്ക് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ എന്താണ് അപ്പോജി, എന്താണ് പെരുകി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ വലിയ ഈ സെൻട്രലിൽ ഇത്ര ദൂരമുള്ളതിന് അപ്പോജി പെരുകി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, എന്തായാലും അത് നമുക്ക് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ വലിയ കൺഫ്യൂഷൻ ആകണ്ടല്ലോ. അപ്പം ഇത്രയും ദൂരം ഇപ്പോൾ ഇവിടെ നോക്കുമ്പം ഇനി തേർഡ് ലോയിലേക്ക് പോകുമ്പം ദ ക്യൂബ് ഓഫ് ദി മീൻ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് മീൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. എന്നാൽ ഇവിടുന്ന് ഇവിടേക്ക് വരുന്ന സമയത്തോ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ ഒ എയു അതുപോലെ ഒ ഡി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒ ഡിയും ഇതിൻ്റെ ഒരു വിധത്തിലൊരു റേഡിയസ് തന്നെയാണ്.
ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ, അതിൻ്റെ സെൻറ്ററിലെ ഡിസ്റ്റൻസാണ്. പക്ഷേ ഒ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഒ ഡി ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്റ്റൻസിൽ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മീൻ ഡിസ്റ്റൻസ് ഒരു ആവറേജ് ഡിസ്റ്റൻസാണ് എടുക്കുന്നത്. ഓക്കെ, ദ ക്യൂബ് ഓഫ് ദി മീൻ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലാനറ്റ് ഫ്രം ദ സൺ, സണ്ണിൽ നിന്ന് ആ പ്ലാനറ്റിലേക്കുള്ള മീൻ ഡിസ്റ്റൻസ് എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഓർബിറ്റൽ പീരീഡ്. എന്താണ് ഓർബിറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു ഓർബിറ്റ് ഇപ്പോൾ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചു. ഒരു ഓർബിറ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ പോയി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് അത് നേരെ എയിൽ തന്നെ എത്താനെടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ ടൈം പീരീഡ്. എന്ത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിൽ നിന്ന് പോയിട്ട് ആ പൊസിഷനിൽ തന്നെ റീറ്റേൺ ചെയ്യാൻ എടുക്കുന്ന സമയത്തെ നമ്മൾ അതിന് ടൈം പീരീഡ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ എയിൽ നിന്ന് പോയിട്ട് എയിൽ തന്നെ എത്തുക, അല്ലെങ്കിൽ ബിയിൽ നിന്ന് പോയിട്ട് ബിയിൽ തന്നെ എത്തുക, സിയിൽ നിന്ന് പോയിട്ട് സിയിൽ തന്നെ എത്തുക, ഡിയിൽ നിന്ന് പോയിട്ട് ഡിയിൽ തന്നെ എത്തുക, അതിനെടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, എന്താണ് ഇത് ക്യൂബ് ഓഫ് ദി മീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 അപ്പോൾ 6ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡിൻ്റെ സ്ക്വയറിന് ഈക്വലാണ്. അപ്പോൾ എന്താണ് ആർ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആർ ക്യൂബ് ഇത്രയേ ഉള്ളൂ. ആർ ക്യൂബ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ടി സ്ക്വയർ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ടി സ്ക്വയർ ആണ്. അപ്പം നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ഈക്വാലിറ്റി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഉണ്ടല്ലോ, ഇത് നമുക്ക് അതിന് പ്രൊപ്പോർഷണാലിറ്റി ഈക്വാലിറ്റി ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് അത് ഇങ്ങോട്ട് എഴുതാണ്. ആർ ഇസ് പ്രൊപ്പോർഷണൽ ഈക്വൽ ടു ആർ ക്യൂബ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1 ടി സ്ക്വയർ. എങ്കിൽ എന്താണ്, ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് 1 ആയിക്കോട്ടെ ഇൻറ്റു ടി സ്ക്വയർ. 1 ഇവിടെ, അത് 1 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ഈ ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, അങ്ങോട്ട് എടുക്കാം. കോൺസ്റ്റൻറ്റ് 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, 1 അല്ല കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ. ഓക്കെ, അതായത് ആർ ക്യൂബ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. അപ്പോൾ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സി എന്ന് കൊടുത്തതാണ്, കോൺസ്റ്റൻറ്റ് സി എന്നുള്ള നൊട്ടേഷൻ ചെയ്യാണ്, ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി കോൺസ്റ്റൻറ്റ് ആണല്ലോ. അപ്പോൾ അതാണ് ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫോർമുല ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അവിടെ അങ്ങനെ കിട്ടിയിരിക്കുന്ന ആ ഫോർമുലയാണ് നമ്മൾ എന്ത് പറയും, തേർഡ് ലോ പ്ലാനറ്ററിയിൽ പറയുന്നത്. ഇനി നമുക്കത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുകയാണ്. ന്യൂട്ടൺസിൻ്റെ ഇതിൽ ആപ്ലിക്കേഷന് പോവുകയാണ്. നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സിനെ കുറിച്ച് അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ അല്ലേ. അപ്പോൾ നമുക്കതിനെ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ, എം എന്ന് പറഞ്ഞാൽ മാസ് എവിടെയായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി ഇക്വാലിറ്റി ആക്കാൻ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇക്വാലിറ്റിയെ പ്രൊപ്പോർഷണാലിറ്റി ആക്കണമെങ്കിൽ എന്ത് ചെയ്യും, ആ കോൺസ്റ്റൻറ്റ് ഒഴിവാക്കിയാൽ പോരെ. ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് എന്താണ്, മാസ് എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മാസിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താക്കി മാറ്റി, വി സ്ക്വയർ ബൈ ആറിന് എഴുതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ നമുക്ക് വി സ്ക്വയർ ബൈ ആറിനാക്കി. ഇനി നമുക്ക് ഈ വി എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടെത്താം, എന്നിട്ട് അവിടെ കൊടുക്കാം. നമുക്കറിയാം വി വെലോസിറ്റിയാണ് ഇവിടെ അല്ലേ. വി വെലോസിറ്റിയും ആർ ഡിസ്റ്റൻസും ആണ് അല്ലേ, അതായത് റേഡിയസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ. അങ്ങനെ ഇവിടുത്തെ മീൻ റേഡിയസ് എന്ന് പറയാൻ ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ.
ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇതാണ് എ എന്ന പൊസിഷനിൽ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു എ എന്ന പൊസിഷനാണ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ, ആ ഇതിൽ നിന്ന് എയിലേക്ക് എടുക്കുന്ന ടൈം അല്ലേ ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പൊസിഷനിൽ നിന്ന് അതിലേക്ക് എത്തുന്ന സമയമല്ലേ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതല്ലേ ടി എന്ന് പറയുന്നത് അല്ലേ, ടൈം പീരീഡ് എന്ന് പറയുന്നത് അതല്ലേ ടൈം ടി അല്ലേ. അപ്പം ഇവിടെ എയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ എടുക്കുന്നത് എന്താ പറയുക, അതിനാണ് നമ്മൾ എയിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു അറ്റത് എടുക്കുന്നത് സർക്കംഫറൻസ് എന്ന് പറയും, ചുറ്റളവ്. അതായത് ഇവിടുന്ന് എയിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് പോയിട്ട് എയിൽ എത്താൻ എടുക്കുന്ന അതിലേക്കല്ലേ അതിൻ്റെ മാക്സിമം ഇത് പറയാം സർക്കംഫറൻസ് എന്ന് പറയാം, അതിന് പറയാം സർക്കംഫറൻസ് എന്ന് പറയാം. നമുക്കറിയാം സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം 2πr. അതല്ലേ ഇവിടുത്തെ ഈ സർക്കംഫറൻസ് അല്ലേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് എവിടെ നിൽക്കുകയാണ്, എയിൽ നിൽക്കുകയാണ്. ആ എയിൽ നിന്ന് പോയിട്ട് തിരിച്ച് എയിലേക്ക് എത്താൻ എടുക്കുന്നത് ആണല്ലോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയല്ലേ ഇതിലെ സർക്കംഫറൻസ്. അതുകൊണ്ട് നമുക്ക് വെലോസിറ്റിയിലെ ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2πr ആണ്. ഓക്കെ, ബൈ അതിനെടുക്കുന്ന സമയം എത്രയാണ്, ടി. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. അതുകൊണ്ടാണ് ഇവിടെ 2πr ബൈ ടി എന്ന് പറഞ്ഞിരിക്കുന്നത്, 2πr ബൈ ടി എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ 2πr എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ്. ഈ സർക്കംഫറൻസ് തന്നെയാണ് എന്തിൻ്റെ, ഈ ഒബ്ജക്റ്റ് ഈ പ്ലാനറ്റ് മൂവ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ടാണ് വെലോസിറ്റി v = 2πr ബൈ ടി എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ 2πr ബൈ ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം, നമുക്കവിടെ കുട്ടിയാണ്. അപ്പോൾ v² = 2π, ഞാനിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്, ഹോൾ സ്ക്വയർ. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് 2π² 6 പുറമെടുത്തിട്ട് സ്ക്വയർ നിർത്താൽ കുഴപ്പമില്ലല്ലോ, r² ബൈ t² അല്ലേ. ഇത് ഈ ഫോർമുലയിൽ നിന്ന് ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഈ 2πr² തന്നെയാണ് 2πr ഹോൾ സ്ക്വയർ എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് ഇങ്ങനെ ആക്കി എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 2π എന്ന് പറഞ്ഞത് 2 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, 2 എന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, പൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2πr² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണ്ടേ അല്ലേ, ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ 2π² നമ്മളൊരു മൊത്തമായിട്ടൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുലയിലേക്ക് മാറ്റാം. എങ്ങനെ, v² is proportional to എന്തായിട്ട് മാറാം, r² ബൈ t² എന്നുള്ള രീതിയിൽ കൊടുക്കാം, r² ബൈ t² എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, പ്രൊപ്പോർഷണൽ ടു r². എന്താണ് ആ 2π ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എടുക്കുന്നു. അപ്പം v² is proportional to r² ബൈ t² നേരെ കൊടുക്കാം. ക്ലിയർ അല്ലേ. ഈ v² is proportional to r² ബൈ t² എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാണ്, ഓക്കെ, അത് ക്ലിയർ കിട്ടില്ലോ. അപ്പോൾ നമുക്കവിടെ ഈ v² സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്നത് v² is equal to എന്ത് ചെയ്തു, r² ബൈ t². അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പണ്ട് r³ ബൈ t² നമ്മളവിടെ കണ്ടുപിടിച്ചില്ലേ, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ 1/, എന്ത് ചെയ്യണം, 6 കൊടുത്തിട്ട് മുകളിൽ എന്താണ് 6 കൊടുത്തിട്ട് മുകളിലൊരു r² പകരം r³ ആക്കിയാൽ പോരെ. അതല്ലേ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ r³ ഒരു ഇത് കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്താൽ r² ആയി മാറും. അപ്പോൾ അതന്നെയല്ലേ ഇവിടെ മുകളിൽ ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ. അത് ഞാനൊന്ന് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത്, r³ ബൈ t² is equal to കോൺസ്റ്റൻ്റ് എന്ന് കെപ്ലേഴ്സ് ലോയിൽ പറയുന്നുണ്ട് ഉണ്ടല്ലോ. r³ ബൈ t² എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ നോക്കുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, v² ബൈ 1/r is equal to ഇൻറ്റു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ therefore v² is proportional to 1/, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് എന്ത് നമ്മൾ എടുക്കുന്നില്ലെന്നോ, v² is equal to v² ഇൻറ്റു proportional to 1/r. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് നമ്മളോട് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ v² proportional to 1/r കിട്ടി. ഓക്കെ, v² is proportional to
1/r, കാരണം r³/t² എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് ആദ്യം പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ therefore when this is അതെന്ത് ചെയ്യാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് v² proportional to 1/r. സോ എന്താണ് വെൻ ഇത് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ f is equal to mv²/r. mv²/r ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് f is equal to എന്ത് കിട്ടും 1/r, s is proportional to 1/r². അതിൽ നേരിട്ട് v² proportional to 1/r എന്നുള്ള രീതിയിലാണ് കൊടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഇതിൻ്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, f is proportional to എന്താണ് v²/r ആണ് അല്ലേ? നേരത്തെ m കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കിയല്ലോ അല്ലേ? അപ്പം അങ്ങനെ എന്ത് ചെയ്തു, f is proportional v²/r എന്ന് കിട്ടിയല്ലോ. ഇതിൽ v² സ്ഥാനത്ത് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, v² സ്ഥാനത്ത് 1/r² ഡിവൈഡഡ് ബൈ, ഞാൻ ഇങ്ങോട്ട് എഴുതാണ്, f is proportional to v² എന്നാണല്ലോ, v²/r ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് 1/r എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. 1/r ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, പിന്നെ എന്തുണ്ടാവും, ഈ താഴത്തെ ഈ ആറും കൂടി ഉണ്ടാവും, ഈ ആറില്ലേ. അപ്പോൾ നമുക്ക് 1/r ഡിവൈഡഡ് ബൈ r. ഈ r മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്യാൻസൽ ചെയ്യും അല്ലേ? ഇതിവിടെ r² അല്ല, സോറി, ഇവിടെ r ആണുള്ളത്. അപ്പോൾ മുകളിൽ ഇവിടെ r² ഉണ്ടായിരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന 1/r² എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, f is proportional to 1/r² എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ക്ലിയർ ചെയ്യുകയും ചെയ്യും. പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് 1/r ആണ്, സോറി ഇവിടെ v² എന്ന് പറയുന്നത് 1/r ആണ്. സോറി, f is equal to mv²/r. m കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കി. f is proportional to v²/r. ഈ v² സ്ഥാനത്ത് എന്ത് ചെയ്യാണ്, നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു 1/r എന്നാണ് കൊടുത്തിരിക്കുന്നത്. v² സ്ഥാനത്ത് 1/r ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് v² 1/r² എന്നായിരുന്നു, അത് തെറ്റാണ്. 1/r ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞിരിക്കുന്ന താഴത്തെ യാറും കൂടി കൂട്ടി അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ റെസിപ്രോക്കൽ റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ 1/r². ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, f is proportional to 1/r² കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 3 ലോയും കൂടി ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലോ എന്താണ്, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഈ 3 ലോയും കൂടി ക്ലിയർ ആക്കി പഠിക്കാം. അപ്പോൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.